വിശുദ്ധ കാർലോ അക്യുത്തീസിൻ്റെ നാമത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയം, കാക്കനാട് പള്ളിക്കരയിലെ ദേവാലയം, അതിൻ്റെ വെഞ്ചിരിപ്പിന് വിശുദ്ധ അക്യുത്തീസിൻ്റെ റിലീക്സ് അസീസിൽ നിന്ന് കൊണ്ടുവന്നതൊരു റോയി അച്ഛനാണ്. മലയാളി അച്ഛനാണ്. അച്ഛൻ അസീസിലെ ഒരു പള്ളിയിലെ വികാരി അച്ഛനാണ്. അപ്പം അച്ഛനെ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, കാർലോ അക്യുത്തീസിൻ്റെ അമ്മ കുർബാനയ്ക്ക് പോകുന്ന അച്ഛൻ ഇരിക്കുന്ന പള്ളിയിലാണ്. ഇടയ്ക്ക് സംസാരിക്കും. ഒരു ദിവസം സംസാരിച്ചത്, അച്ഛൻ ഞാൻ പള്ളിയിൽ വരാൻ തുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മകനാണ്, അക്യുത്തീസാണ്. അവൻ പള്ളിയായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ പാരൻസ് വിചാരിച്ചു അവൻ്റെ സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ ഒരു സമ്മർ വെക്കേഷന് ഞങ്ങൾ ഹോളി ലാൻഡിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്. എന്നിട്ട് അവനത് കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോൾ അവൻ ഒട്ടും എക്സൈറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നീ ഹാപ്പി അല്ലേ? അവൻ പറഞ്ഞു, അല്ല. ഹോളി ലാൻഡ് എന്ന് പറയുന്നത് ഈശോ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയൊരിടമാണ്. പക്ഷേ ഇന്നും ഈശോ ജീവിക്കുന്ന പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പോവാതെ ഇത്ര ദൂരത്തുള്ള ഹോളി ലാൻഡിൽ പോയിട്ട് എന്താ കാര്യം? ഈശോ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുകയാണ്. ആ ഈശോ സ്വീകരിക്കാതെ ഞാൻ ഈശോ മരിച്ചുപോയെടുത്ത് പോയിട്ട് എന്താ കാര്യം? എന്ത് ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാരണം പല പ്രവാചകന്മാരും രാജാക്കന്മാരൊക്കെ അത് ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര ബ്ലെസ്ഡാണ്. നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ഈശോയെ കാണാനും ഈശോയെ കഴിക്കാനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഉള്ളതൊന്നുമല്ല. ഈശോ പറയുന്നത്, എൻ്റെ അപ്പൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവർക്ക് മാത്രം ഉള്ളതാണ്. ഈശോനെ ഞാൻ എൻ്റെ രക്ഷകനായിട്ട് തിരിച്ചറിഞ്ഞെങ്കിൽ, പരിശുദ്ധ കുർബാനയിൽ ഈശോയെ ഞാൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് കനിഞ്ഞു നൽകിയ കാരുണ്യമാണത്, വെളിപാടാണത്.